പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ അനുഗ്രഹ ആശിസ്സുകൾ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങളിലേക്ക് വരുന്ന വഴികൾ എങ്ങനെയൊക്കെയാണ്? ഭഗവാന്റെ ഈ സന്ദേശം നിങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് തന്നെ ഇടവരുത്തും. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി ആകെ നിരാശയിലിരിക്കുമ്പോൾ നിങ്ങളൊരു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പലതും നിങ്ങൾക്ക് മുന്നിൽ വന്നുപെട്ടു. അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷിച്ചു. അതുമായി ചേർന്ന് നിങ്ങൾ ലയിച്ചങ്ങനെ പോകുമ്പോഴായിരുന്നു നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്നും അത് പതിയെ പതിയെ വഴുതി മാറിയത്. ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ല അതെങ്ങനെ നിങ്ങളിൽ നിന്നും വഴുതിപ്പോയി. നിങ്ങൾ വളരെയധികം വിശ്വസിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിരുന്നു അവർ. നിങ്ങൾ പോലും അറിയാതെ അവർ നിങ്ങളിൽ നിന്നും അകന്നുപോയി. നിങ്ങളുടെ ഒപ്പമുണ്ടാകുമെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും അങ്ങനെയാണ്. കാലം ചെല്ലുന്നതിനനുസരിച്ച് അവർ നിങ്ങളെ വിട്ടുപോകുവാൻ പല പല കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒരിക്കലും മറക്കില്ല എന്ന് വാക്ക് തന്ന വ്യക്തി പോലും ഇപ്പോൾ കണ്ടാൽ അറിയാത്ത പോലെ നടന്നു നീങ്ങുന്നു. ഒന്ന് വിളിക്കുക പോലുമില്ല. ശരിക്കും ജീവിതം അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ നിങ്ങൾ ഇതുപോലെ പലതും കാണേണ്ടതായി വന്നിട്ടുണ്ട്. മനസ്സ് വല്ലാതെ പിരിമുറുക്കത്തിൽ തന്നെ നിർത്തുകയാണ്. വല്ലാത്ത ഭയം തന്നെ ബാധിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഏത് തരത്തിലാണ് ജീവിതത്തെ ബാധിക്കുന്നത്? വളരെ വിചിത്രമായ കാര്യം തന്നെയാണ്. പക്ഷെ ഭഗവാൻ ഈ നിമിഷം നിങ്ങൾക്കായി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഭയക്കുന്നത് പോലെ ഒന്നും തന്നെ ഇല്ല. ഒന്നും സംഭവിക്കുവാനും അനുവദിക്കുന്നില്ല. പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഭഗവാന്റെ സംരക്ഷണം ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് പ്രാപ്തമാവുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാലചക്രം തന്നെ മാറുന്നതാണ്. ഒരു തീരുമാനമെടുക്കുവാൻ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണോ? അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദോഷങ്ങളൊക്കെ അകന്നു പോകുമോ എന്ന് സംശയിക്കുന്നുണ്ട്. മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ചുറ്റും നടന്നുകൊണ്ടുമിരിക്കുന്നത്. ശരിക്കും ഒന്നും കണ്ടില്ലെന്ന് നടിക്കാനാവുന്നില്ല. വന്നുപോയ നഷ്ടങ്ങൾ എന്നാണ് നികത്തിയെടുക്കുന്നത് എന്നോർത്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പല വഴികളും തേടി അലയുന്നുണ്ട്. എന്നാൽ ഒന്നും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുന്നത് തന്നെ ഈശ്വരൻ നൽകിയ ശക്തിയിലാണ്. കരകയറ്റുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ്. ശരിക്കും അത് അങ്ങനെ തന്നെയാണ്. ക്ഷമയുടെ നെല്ലിപ്പലക കാണും വരെ ചിലപ്പോൾ കഷ്ടപ്പെടുത്തും. അതിൽ നിന്നും നിങ്ങൾ പോലും അറിയാതെ അത്ഭുതകരമായി നിങ്ങളെ കൈപിടിച്ചുയർത്തും. ആ ഒരു സന്ദർഭമുണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോലും ആകില്ല. ആ സന്ദർഭം ഉടൻ തന്നെ ആഗതമാകും. നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും ആ നല്ല പ്രതീക്ഷകളുടെയും ജ്വാല കെടാതെ തന്നെ സൂക്ഷിക്കുക. ഈശ്വരൻ അത് തെളിയിച്ചു നൽകും. നിങ്ങൾ കാത്തിരിക്കുന്ന ആ സമയത്തിനായി ക്ഷമയോടെ, വിശ്വാസത്തോടെ, നിർമ്മലമായ ഹൃദയത്തോടെ തന്നെ കാത്തു നിൽക്കുക. പല വ്യക്തികളും തന്ന പ്രഹരങ്ങൾ, ജീവിതത്തിൽ ഏൽപ്പിച്ച നോവുകൾ ഒന്നും തന്നെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒന്നിച്ചുള്ള സ്നേഹമുള്ള നിമിഷങ്ങൾ എത്ര വേഗത്തിലാണത് പൊലിഞ്ഞുപോയത്. തെറ്റിദ്ധാരണയും കുറ്റപ്പെടുത്തലും വിട്ടുവീഴ്ചയില്ലായ്മയും പണത്തിൻ്റെ കണക്കുപറച്ചിലും കടബാധ്യതകളും മാത്രം ബാക്കിയായ നിമിഷങ്ങളാണ്. ഈ അവസ്ഥയിൽ അസ്വസ്ഥമായ മനസ്സിൽ ഒരു തരി വെളിച്ചം തന്ന് സമാധാനം നൽകുന്നത് ഈ പ്രപഞ്ചശക്തിയുടെ ഓർമ്മ മാത്രമാണ്. കാരണം ഈശ്വരന് മാത്രമേ നമ്മോട് കരുണയോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിർമ്മലമായ ഹൃദയത്തോടു കൂടി നമ്മെ സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ. ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കുമെന്ന് കരുതിയ പലരും നമ്മുടെ കൺമുന്നിൽ നിന്നും വഴുതി പോകുമ്പോഴും, നമുക്ക് പരിഗണന ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാതെ നിൽക്കുമ്പോഴും നമ്മെ പരിഗണിക്കുവാൻ ഈശ്വരൻ മാത്രമേ കാണുകയുള്ളൂ. നമ്മളുടെ അപേക്ഷ അവിടെ തന്നെ ഉണ്ട്. അതെങ്ങോട്ടും പോകുന്നില്ല. അതൊരു ദിവസം അദ്ദേഹം കാണുക തന്നെ ചെയ്യും. ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് തന്നെ വളരെ സാവധാനത്തിലാണ്. നിങ്ങൾ അതിനായി തന്നെ പല സത്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. സഹായിക്കാമെന്നേറ്റ് വിശ്വസിച്ച വ്യക്തികൾ പോലും കാലതാമസം വരുത്തും. നമ്മെ പറഞ്ഞ് മോഹിപ്പിക്കും. പലതും തരാമെന്നേൽക്കും.
തെറ്റായ കൂട്ടുകെട്ടുകൾ കുടുംബത്തിൽ ഒരാൾക്ക് മതി ആ കുടുംബം തകർക്കാൻ. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം വേഗത്തിൽ ചിലപ്പോൾ നടന്നു കൊള്ളണമെന്നില്ല. എല്ലാം ആഗ്രഹിക്കും പോലെയോ എല്ലാം ഒരു തിരക്കഥ പോലെയോ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നുമില്ല. ശരിക്കും അതിന് യാതൊരു പ്രസക്തിയുമില്ല, ജീവിതത്തിന് യാതൊരു ഭംഗിയുമില്ല. ശരിക്കും അവിടെയാണ് ഈശ്വരൻ എന്ന സങ്കല്പത്തിന് തന്നെ ഒരു ശക്തി ഉണ്ടാകുന്നത്. ആ വിശ്വാസവും സ്നേഹവും മാത്രമാണ് പരിപൂർണമായും നമ്മെ വെളിച്ചത്തിലേക്കും പ്രതീക്ഷയിലേക്കും നല്ല നാളുകളിലേക്കും നയിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ അസുഖങ്ങൾക്കും അവരുടെ വേദനകൾക്കും അറുതി ഉണ്ടാകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ കാണും. അവരുടെ സന്തോഷിക്കുന്ന മുഖം നിങ്ങൾ സംതൃപ്തിയോടെയും സമാധാനത്തോടെയും കാണും. അതിനായി ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇനി ജീവിതത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയുണ്ട്. ആളുകളെ മനസ്സിലാക്കുന്നതിലും ഇടപഴകുന്നതിലും ഒരുപാട് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തന്നെ അത് തിരുത്തുക. ആരെയും അമിതമായി വിശ്വസിക്കേണ്ടതില്ല. മറ്റുള്ളവരെ മാറ്റാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് അവരോട് പുലർത്തേണ്ട പ്രതികരണങ്ങൾ നമുക്ക് തന്നെ തീരുമാനിക്കാനാവും. പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ നിങ്ങൾ കണ്ടുമുട്ടേണ്ടതായി വരും. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ചവിട്ടുപടികളായി തന്നെ കാണുക. എല്ലാത്തിനെയും അതിജീവിക്കുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകും. പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ പഠിച്ചു തന്നെ മുന്നോട്ട് നീങ്ങുക. വന്നുപോയ പഴയ കാര്യങ്ങളിൽ നിന്നും പല പാഠങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനു വേണ്ട തിരുത്തലുകൾ നടത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഇനി ജീവിതത്തിൽ നിങ്ങൾക്ക് തിരുത്താനാവാത്ത തെറ്റാണ്, നിങ്ങൾക്ക് മനസ്സമാധാനം കളയുന്ന ഒന്നാണെങ്കിൽ നിങ്ങളത് അവസാനിപ്പിക്കുവാൻ തന്നെ ശ്രമിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ആശയവിനിമയത്തിന് അപാരമായ കഴിവ് തന്നെയുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ആരെയും ആകർഷിക്കുവാനുള്ള യോഗ്യതയുള്ളവരാണ്. നിറയെ കഴിവുകളുള്ള വ്യക്തികളുമാണ്. മറ്റുള്ളവരെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ ഊർജവും ഉത്സാഹവും നിങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഏത് മോശമായ സാഹചര്യത്തിലും നിങ്ങൾ തകർന്നു പോകാതെ നിൽക്കുന്നുണ്ട്. നിങ്ങളിലെ സ്നേഹവും കരുണയും വളരെ മുന്നിൽ തന്നെയാണ്. നിങ്ങൾ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഇത്രയധികം സ്നേഹത്തോടു കൂടി ആസ്വദിച്ച് തന്നെ കഴിയാൻ ശ്രമിക്കുന്നുണ്ട്. അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരും. നിങ്ങൾ മൃദുലമായ ഹൃദയത്തോടെ സങ്കടപ്പെട്ട് നിൽക്കരുത്. നിങ്ങൾക്ക് സഹായം ചെയ്യുവാൻ വളരെയധികം ആളുകൾ നിങ്ങളുടെ വഴികളിലേക്ക് വന്നു ചേരും. ദൈവം പലരെയായി നിയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്രാപ്തമാവുന്നതാണ്. നിങ്ങളിൽ ക്ഷമയും കഠിനാധ്വാനവും മാത്രം നിറയ്ക്കുക. മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരാനായി ഈശ്വരൻ്റെ സഹായമുണ്ട്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് നിങ്ങൾ പുറത്തേക്ക് വരും. ജീവിതത്തെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുക. സ്വയം തിരിച്ചറിയുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നിറവേറ്റുന്നതിനായി കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. നിരർത്ഥകമായ കാര്യങ്ങൾക്ക് പിറകെ പോയി സമയം കളയരുത്. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, ഒരു തരത്തിലും നിങ്ങളെ വിട്ടുപോകാൻ കൂട്ടാക്കാതെ നിങ്ങളെ കുളയട്ടയെ പോലെ പറ്റിപ്പിടിച്ച് നിങ്ങളുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, അവരെ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിന് ഭഗവാൻ സഹായിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ദോഷം വരുത്തുവാനാണ് നിങ്ങളുടെ ഒപ്പം കൂടിയിട്ടുള്ളതെങ്കിൽ അവർ തീർച്ചയായും നിങ്ങളിൽ നിന്നും സ്വമേധയാ തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ്. ഈ ഭൂമിയിൽ തന്നെയാണ് നിങ്ങൾ നല്ലതും ചീത്തയും സ്വർഗവും നരകവും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ തന്നെയാണ് അതെല്ലാം. ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ അറിയാതെ തന്നെ നിങ്ങളിൽ നടക്കുന്നുണ്ട്. നിങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും അത് തട്ടി നീക്കി അത്ഭുതകരമായി നിങ്ങൾ വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം തന്നെ ഉണ്ടാകും. നിങ്ങളുടെ മുന്നിൽ പല വഴികളും തെളിയും. അതിനാൽ തന്നെ നിരാശ ഇനി വേണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ എത്ര തന്നെ മനോദുഃഖം ഏൽപ്പിച്ചുവോ അതിലും ഇരട്ടി മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നതാണ്.